ഈ ഒരു വീഡിയോ മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, സോ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ ഹരിത്ര ദാസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഇന്റർ കാശി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്യൂച്ചർ ടാലൻറ്റ് എന്നെല്ലാം നമ്മൾ വിചാരിച്ചിരുന്ന താരമായിരുന്നു ഹരിത്ര ദാസ്. പക്ഷേ അതെല്ലാം തെറ്റിക്കുന്ന തരത്തിലുള്ളൊരു ഡീലായിപ്പോയി ഇത്. അതായത് ഏതാണ്ട് 3 വർഷത്തേക്കാണ്, ലോണിൽ വിട്ടാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഏതാണ്ട് 3 വർഷത്തേക്കാണ് ഹരിത്ര ദാസിനെ ഇന്റർ കാശിക്ക് സെയിൽ ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്കറിയാം, ഡ്യൂറൻ കപ്പിൻ്റെ സ്ക്വാഡ് ഏതാണ്ടൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഇത് പ്രധാനപ്പെട്ട കുറച്ച് താരങ്ങൾ മിസ്സിംഗ് ആണ്. അതിലൊന്നാമത്തെ പേരാണ് പ്രബീർ ദാസ്, അതുപോലെ തന്നെ ലാൽത്തൻ മാവിയ, അങ്ങനെ തുടങ്ങിയ കുറച്ച് പേരുകളുണ്ട്. സോ എന്തുകൊണ്ട് ഇവർ ഈ ഒരു ഡ്യൂറൻ കപ്പിനില്ല എന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. പ്രബീർ ദാസിന് എന്തൊക്കെയോ പരിക്കാന്ന് നമുക്ക് പറയാം. ബട്ട് ലാൽത്തൻ മാവി എന്താണ് പുറത്താക്കിയെന്ന് അറിയില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ സേവ് ചെയ്ത് വെക്കാനായിരിക്കും. കാരണം നമുക്ക് റൈറ്റ് വിങ് പൊസിഷനിലേക്ക് വലിയ പ്ലേയേഴ്സൊന്നും ഇല്ല. അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകാമെന്ന് കരുതിക്കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ലാസ്റ്റ് കളിയിലൊക്കെ റൈറ്റ് വിങ്ങിലാണ് കളിച്ചത്, അത് നമ്മൾ കണ്ടേമാണ്. സോ അങ്ങനെ പ്രധാനപ്പെട്ട സച്ചിൻ സുരേഷ്, ലാൽത്തൻ മാവിയ, പ്രബീർ ദാസ്, പിന്നെ നമ്മുടെ പുതിയ അലക്സാണ്ടർ കൊയ്ഫ് തുടങ്ങിയ താരങ്ങളൊന്നും ആ ഒരു ലിസ്റ്റിലില്ല. എന്തായാലും പിന്നെ വേണമെങ്കിൽ താരങ്ങളെ ചേർക്കാം. എന്തായാലും ഇവരൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത്, നമ്മൾ തായ്ലൻഡിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ഒരു സ്റ്റോറിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇട്ടിരുന്നു. പിന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്നായിരുന്നു അവർ അവസാന പ്രാക്ടീസ് തായ്ലൻഡിൽ. സോ തായ്ലൻഡ് പ്രീ സീസൺ നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും കൊൽക്കട്ടയിലാണ്. അതായത് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കട്ടയിലെത്തും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തായ്ലൻഡ് പ്രീ സീസൺ വിജയകരമായിട്ട് അവസാനിച്ചു. നമ്മുടെ കഴിഞ്ഞ പ്രീ സീസണിൽ ഇഞ്ചുറി പറ്റിയത് ജോഷോ സൊട്ടീരിക്കായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷം അതുപോലെ തന്നെയാണ്, ജോഷോ സൊട്ടീരിക്കാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കളിയെങ്കിലും കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇപ്രാവശ്യവും അത് നടക്കില്ല. ഡ്യൂറൻ കപ്പിലെങ്കിൽ ഡ്യൂറൻ കപ്പിൽ അപ്പോഴെങ്കിലും ഒരു കളി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നടക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.